ഹലോ നമസ്കാരം. ഇത് ഡോട്ട് നെറ്റ് ഒബ്ജക്റ്റ് ലേഔട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരു ഡോട്ട് നെറ്റ് ഒബ്ജക്റ്റ് ലേഔട്ടിനെ തിയറിറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്തു പിക്ചോറിയൽ ഡെഫിനേഷനോടുകൂടി. അതായത് ഒരു ഡിഫാൾട്ട് ഒരു മിനിമം ഡോട്ട് നെറ്റ് ഒബ്ജക്റ്റിൻ്റെ ലേഔട്ട് അതിന് 3 സെക്ഷൻ ഉണ്ടായിരിക്കും. 12 ബൈറ്റ് ആയിരിക്കും അതിൻ്റെ സൈസ്. ഫസ്റ്റ് സെക്ഷൻ ഈസ് ഈക്വൽ ടു ഹെഡർ സെക്ഷൻ സിംഗ് ബ്ലോക്ക് വരും. രണ്ടാമത്തെ മിഡിൽ സെക്ഷനിൽ അതിൽ അതിൻ്റെ ഓപ്പറേഷൻ മെറ്റാഡാറ്റ എംബഡ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തതാണ് ഡാറ്റ സെക്ഷൻ എന്നിങ്ങനെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ വേറൊന്ന്, ഏതൊരു ഡോട്ട് നെറ്റ് ഒബ്ജക്റ്റിൻ്റെയും അഡ്രസ്സ് ഡയറക്റ്റ്ലി പോയിന്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ മിഡിൽ സെക്ഷൻ ഓപ്പറേഷൻ മെറ്റാഡാറ്റയാണ് എന്നുകൂടി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞത് എന്താണോ അത് നമ്മൾ ഇനി പ്രാക്ടിക്കലി കാണാൻ പോവുകയാണ്. ഒരു ഡോട്ട് നെറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ മെമ്മറി ഫുട് പ്രിൻറ്റ് നമ്മൾ WinDBG ലൈവ് ഡിബഗിങ്ങിലൂടെ പോയി കാണാം. അപ്പോഴാണ് ഈ തിയറി എന്താണോ പറഞ്ഞത് അത് തന്നെയാണോ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ പോലെ തന്നെയാണോ മെമ്മറി ഫുട് പ്രിൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 2 ക്ലാസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അനിമൽ ക്ലാസ്സിൽ ഒരു ഡാറ്റ മെമ്പറും ഇല്ല. ഒരു ഡാറ്റ മെമ്പറും ഇല്ലെങ്കിൽ ഡിഫാൾട്ട് 12 ബൈറ്റ് ആയിരിക്കും അതിൻ്റെ സൈസ്. ഇനി ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ്, ടൈഗറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 16 ആയിരിക്കും. കാരണം എന്താ, 2 ഡാറ്റ മെമ്പർ ഉണ്ട്. ഫസ്റ്റ് ഡാറ്റ മെമ്പർ അതിൻ്റെ 12 ബൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ കയറും, ഡിഫാൾട്ട് ഡാറ്റ സെക്ഷനിൽ കയറും. പിന്നെ ഒരു അഡീഷണൽ ഡാറ്റ സെക്ഷൻ ഉണ്ടാക്കും കാരണം ഒന്നില്ല. അപ്പോൾ 16 ആയിരിക്കും അല്ലേ. ഇനി എഗെയിൻ നമുക്കൊരു ആപ്ലിക്കേഷനിലോട്ട് പോകാം. നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ കുറേ ഡെമോ ആപ്ലിക്കേഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പിന്നീട് തരാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പം ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഐ എം ജസ്റ്റ് ക്രിയേറ്റിംഗ് എ സിനാരിയോ. എക്സാമിൻ ഡോട്ട് നെറ്റ് ഒബ്ജക്റ്റ് ലേഔട്ടിൽ ക്രിയേറ്റ് അനിമൽ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒരു അനിമലിൻ്റെയും ഒരു ടൈഗർ ഒബ്ജക്റ്റിനെയും ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ ഡീബഗറിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡീബഗറിലോട്ട് അറ്റാച്ച് ചെയ്യുക, WinDBG ചെയ്യുക എന്നൊക്കെ ഇപ്പോൾ ബേജാറാവണ്ട. ഇപ്പം നമ്മൾ വെറും വാക്ക് ത്രൂ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, ഈ ഫുട് പ്രിൻറ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് ഒരു പ്രിലിമിനറി വീഡിയോയോട് കൂടി എങ്ങനെയാണ് ഡീബഗർ അറ്റാച്ച് ചെയ്യുക, ലൈവ് ഡീബഗിങ് നടത്തുക എല്ലാം നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ അറ്റാച്ച് ചെയ്യുകയാണ് ഈ പ്രോസസ്സിൻ്റെ പേര് സിമുലേറ്റ് ബോക്സ് ചെയ്തു. അപ്പോൾ ഇത് ചെയ്തല്ലോ. അപ്പോൾ ഇപ്പം നമുക്കറിയാം ഒരു ടൈഗർ ഒബ്ജക്റ്റും അനിമൽ ഒബ്ജക്റ്റും ഉണ്ടാക്കി. അത് മെമ്മറിയിൽ എവിടെ കിടക്കുക എന്ന് അറിയാനായിട്ട് ഞാൻ ഇവിടെ ഒരു കമാൻഡ് ഉപയോഗിക്കുകയാണ്. ഡം ഹീപ്പ് -type അനിമൽ. ഈ കമാൻഡിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ്റെ ഹീപ്പിൽ എത്ര അനിമൽ ഒബ്ജക്റ്റ് ഉണ്ടോ അത്രയും അനിമൽ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് മുഴുക്ക പ്രിന്റ് ചെയ്യണം എന്നാണ് ഈ പർട്ടിക്കുലറിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്കിത് നോക്കി നോക്കാം. കാരണം ഇന്ന് നമുക്ക് ഈ അനിമൽ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് കിട്ടിയാൽ മാത്രമേ എൻ്റെ മെമ്മറി ഫുട് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രിന്റ് ചെയ്തു. കറക്റ്റ്. നമുക്കിവിടെ ഒരു അനിമൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്നുള്ളത് ടൈഗർ ഒബ്ജക്റ്റാണ്. ഓക്കെ, അനിമൽ ഒബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ. അതിൻ്റെ അഡ്രസ്സ് ഇതാണ്. നോക്കുക, MT വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ തിയറി പറഞ്ഞത് പ്രൂവായി. അനിമൽ ഒബ്ജക്റ്റിൻ്റെ സൈസ് 12 ബൈറ്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെമ്മറി ഫുട് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതിനെ കോപ്പി ചെയ്യേണ്ടതുണ്ട്. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യാണ്. ഇതൊരു DD എന്ന് പറഞ്ഞിട്ട് മെമ്മറി ഏതൊരു അഡ്രസ്സിൻ്റെയും അഡ്രസ്സ് ഫുട് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ്. ഈ മെമ്മറി ഒന്ന് നോക്കി നോക്കാം. ഇതിവിടെ പറഞ്ഞത് നോക്കൂ. അഡ്രസ്സിൻ്റെ മെമ്മറി, അതായത് ഏതൊരു ഡോട്ട് നെറ്റ് ഒബ്ജക്റ്റിൻ്റെയും അഡ്രസ്സ് ഡയറക്റ്റ്ലി ഏറ്റവും ആദ്യം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇത് ഏതാണ്, അതിൻ്റെ മെത്തേഡ് ടേബിളിനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മിഡിൽ സെക്ഷനെയാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് കറക്റ്റായി, റൈറ്റ്. ഒബ്ജക്റ്റ് അഡ്രസ് ഈസ് ഡയറക്ട്ലി പോയിന്റിങ് ടു ദ മിഡിൽ സെക്ഷൻ. മെത്തേഡ് ടേബിൾ അഡ്രസ്സിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അല്ലേ നോക്കൂ, ശരിയായിരിക്കും. ഇതാണ് MTയുടെ അഡ്രസ്സ്, മെത്തേഡ് ടേബിളിൻ്റെ അഡ്രസ്സ്. ഇത് നേരിട്ട് അവിടെ ഉന്നം വെച്ചിരിക്കുന്നത് ഇതിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു. ഒബ്ജക്റ്റ് ഹെഡറിനെ കിട്ടണമെങ്കിൽ ഒബ്ജക്റ്റ് അഡ്രസ് -4 ചെയ്യണം. കാരണം ഒബ്ജക്റ്റ് അഡ്രസ് ഈസ് ലൊക്കേറ്റിംഗ് ദ മിഡിൽ. ടോപ്പിനെ കിട്ടണമെങ്കിൽ -4 ചെയ്യണം. അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഈ അനിമൽ ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ മെമ്മറി ഫുട് പ്രിന്റ് കിട്ടുള്ളൂ. അപ്പോൾ പഴയ കമാൻഡ് തന്നെ എടുത്തിട്ട് അതിൽ -4 കൊടുക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇതാണ് ഈ അനിമൽ ഒബ്ജക്റ്റിൻ്റെ മെമ്മറി ഫുട് പ്രിന്റ്. ഓക്കെ, ഫസ്റ്റ് സിംഗ് ബ്ലോക്കാണ്.
ഒരു ത്രെഡ് സിങ്ക്രോണൈസേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് 0 ആണ്. രണ്ടാമത്തത് മിഡിൽ സെക്ഷൻ എവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത്? എം ടി അഡ്രസ്സിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, മെത്തേഡ് ടേബിളിനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഇവിടെ അതിനൊരു ഡാറ്റ മെമ്പറും ഇല്ല, അതുകൊണ്ട് 0 ആയിട്ട് കാണിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ അനിമൽ ഒബ്ജക്റ്റിൻ്റെ കഴിഞ്ഞു. നമുക്ക് ഇതേപോലെ തന്നെ ടൈഗർ ഒബ്ജക്റ്റിനെയും പ്രിന്റ് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ ആപ്ലിക്കേഷനിൽ അതുകൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഡീബഗറെ അറ്റാച്ച് ചെയ്തത്. അതല്ല, ഇവിടെ ഇത് പഴയ കമാൻഡ്. പക്ഷേ എനിക്കിപ്പോൾ വേണ്ടത് അനിമൽ അല്ല, ടൈഗറാണ്. ടൈഗർ കണ്ടോ, എല്ലാ ടൈഗർ ഒബ്ജക്റ്റിനെയും ചെയ്തു. ഒരു ടൈഗർ ഒബ്ജക്റ്റേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നേ വന്നുള്ളൂ. എഗെയിൻ 16 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാരണം ഇതിൻ്റെ സൈസ് 16 ആണ്, റൈറ്റ്? ഇനി പഴയ പോലെ തന്നെ നമ്മൾ ഇതിനെ കോപ്പി ചെയ്യുന്നു. നമുക്ക് ഇതിൻ്റെ മെമ്മറി ഫുട് പ്രിൻറ്റ് കിട്ടണം അല്ലേ? DD ഇത്. അപ്പോൾ ഇതിനെ പോയിന്റ് ചെയ്യുക, അതിൻ്റെ MT 30 ആണ്. നേരെ അതിൻ്റെ മിഡിൽ സെക്ഷൻ, അതായത് മെത്തേഡ് ടേബിളിനെയാണ് ചെയ്യുന്നത്, മെറ്റാ ഡാറ്റയിൽ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഗെയിൻ വി വിൽ ഡു എ -4 ടു ഗെറ്റ് ദ ടോട്ടൽ മെമ്മറി ഫുട് പ്രിൻറ്റ് ഓഫ് ഹെഡർ സെക്ഷൻ അടക്കമുള്ളത്. ഇതാണ് 4. ഈ 4 ഈ ടൈഗർ ഒബ്ജക്റ്റിൻ്റെ മെമ്മറി ഫുട് പ്രിൻറ്റ്. ഫസ്റ്റ് സിംഗ് ബ്ലോക്ക് ആണ്, ദർ ഇസ് നോ ഡാറ്റ ഇൻ ദിസ്. ആൻഡ് ദിസ് ഈസ് ദ മിഡിൽ സെക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ മിഡിൽ സെക്ഷൻ. അതിൽ MT, അതായത് ഓപ്പറേഷൻ മെറ്റാ ഡാറ്റ ആണ്, അതിൻ്റെ അഡ്രസ്സാണ് ഇരിക്കുന്നത്. ഈ 4 എന്താണ്? 4 എന്ന് പറയുന്നത് ഡാറ്റ സെക്ഷനാണ്. അതായത് നമുക്കൊന്നുകൂടി ഇതിലേക്ക് വരാം. 4 ലെഗാണ് ഡിഫോൾട്ട് ഡാറ്റ സെക്ഷനിലേക്ക് കയറിയിരിക്കുന്നത്. ടൈലായിരിക്കണം അപ്പോൾ അഡീഷണൽ ഡാറ്റ മെമ്പർ ആയിട്ടുള്ളത് അല്ലേ? നമ്മളിവിടെ എല്ലാ മെമ്മറിയിൽ കാണുകയാണ് 4. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ 16 ബൈറ്റാണ് ഇതിൻ്റെ മെമ്മറി ഫുട് പ്രിൻറ്റ്. ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായല്ലോ. പിന്നെ ഒരു .NET ഒബ്ജക്റ്റ് ലേഔട്ട് എങ്ങനെയാണോ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്തത്, നമ്മളിപ്പോൾ ഇവിടെ ഡയറക്റ്റ് ലൈവായിട്ട് നമ്മളിവിടെ കാണിച്ചിരിക്കുകയാണ്, റൈറ്റ്? അപ്പോൾ ഈ ട്യൂട്ടോറിയൽ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഒരു MT അഡ്രസ്സ്, അതായത് മെത്തേഡ് ടേബിളിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകും. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് .NET ഇൻറ്റേർണൽസിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും തിയററ്റിക്കലി പറഞ്ഞ ശേഷം പ്രാക്ടിക്കലി നിങ്ങൾക്ക് കാണിക്കുമ്പോൾ CLR ഇൻറ്റേർണൽസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. താങ്ക്സ്.